വീട് തൃശ്ശൂരും കോഴിക്കോടായിട്ടാണ് വീട് ഉള്ളത്. അല്ല, എവിടെയാണ് കൂടുതൽ സമയം ബോബി ചെമ്മണ്ണൂർ? തൃശ്ശൂരാണ് അധികം, പിന്നെ ഇടയ്ക്ക് കോഴിക്കോട്. ഞാൻ കുറെ വർഷം കോഴിക്കോടും ജീവിച്ച ആളാണ്. ബോബി ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിപ്പോ ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ്, ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കി മാറ്റി. ഇപ്പൊ ബോച്ചെ ആണല്ലോ ഒക്കെ പുതിയ ബ്രാൻഡിലേക്ക് മാറിയത് കൊണ്ട് ഫാൻസ് ഒക്കെ ബോച്ചെ എന്ന് വിളിക്കുന്നത് കൊണ്ട് പലർക്കും ബോബി ചെമ്മണ്ണൂർ എന്ന് വിളിക്കാൻ മടി. പിന്നെ സാറിന് വിളിക്കണ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ബോച്ചെ എന്ന് പറയുമ്പോ ആ ഒരു പ്രശ്നങ്ങളില്ല. ബോച്ചെ ബോബി ചെമ്മണ്ണൂർ സാറേ അങ്ങനെയൊന്നും വിളിക്കണ്ടല്ലോ, ബോച്ചെ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു തുടങ്ങി. ഇത് ഫാൻസ് ആണ് വിളിച്ചു തുടങ്ങിയത്. കുറച്ച് വർഷം മുമ്പ് വിളിച്ചു തുടങ്ങി, അങ്ങനെ അങ്ങനെ വന്നതാണ്. ചേട്ടാ, എത്ര കാലമായി ചേട്ടൻ ഈ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിലേക്ക് മാറിയിട്ട്, ഇങ്ങനത്തെ ഒരു കോലത്തിലായിട്ട് എത്ര കാലമായി? ഇതൊരു 10-12 വർഷമായി കാണും. ഒരു പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ സാധിക്കുമോ? ഒരു മെനയിൽ കാണാൻ സാധിക്കുമെന്നാണ്. ഞാൻ അല്ല മെനയായിട്ടാ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്. അങ്ങനെയില്ല, ഇടയ്ക്ക് വല്ല ഡിസ്കോനോ ഡാൻസ് അങ്ങനെയൊക്കെ പോകുമ്പോ ഇടും. ഇത് പിന്നെ സെറ്റായി, നമ്മുടെ മൈൻഡിനോട് സെറ്റായി. പിന്നെ ഇതിലൊരു എവിടെയോ ഒരു സ്ഥലത്ത് ഏതോ ഒരു DJ പാർട്ടിക്ക് ഇതേ വേഷത്തിൽ തന്നെ അതിപ്പോ പെട്ടെന്ന് വന്ന് പെടുകയാണെങ്കിൽ എങ്ങനെയോ വെള്ളയിലും ജോക്കിയിലും ഒക്കെ കളിക്കും. അങ്ങനെ പ്രശ്നമില്ല, നമ്മൾ എന്തിനും സെറ്റാണ്. പിന്നെ ഇത് പിന്നെ നമ്മുടെ ഒരു സെന്റിമെന്റൽ ഇമോഷണൽ വാല്യൂ കൂടുതൽ കിടക്കുന്നത്. എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പൊ ഐ വാസ് വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. അപ്പോ മരിച്ചപ്പോ ഇതിട്ടിട്ട് കണ്ണാടിയിലൊക്കെ നോക്കി അങ്ങനെ ആളുടെ ഒരു ഓർമ്മ റീകളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഈ ടൈറ്റ് ഇതൊക്കെ ജീൻസൊക്കെ വലിച്ചു കയറ്റുമ്പോഴേ ഭയങ്കര അസ്വസ്ഥത. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഈ ചൂടും ഭയങ്കര ഇതിപ്പോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കല്ലേ. ചേട്ടാ, ഈ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്താം, ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈല് കൊണ്ടുവരാം, എന്നിട്ട് ഇത് മറ്റുള്ളവരും ചെയ്തോട്ടെ എന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതല്ല. ഈ മുടി ഇങ്ങനെ വളരുകയാണ്, വളർത്തണതല്ല, ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇടയ്ക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട്. ഞാൻ തന്നെയാണ് കട്ട് ചെയ്യാറ്, നീളമുള്ളതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ച് കട്ട് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പൊ ഇടയ്ക്ക് ചിലപ്പോ മടി പിടിച്ചിട്ട് താടി മുടി മടിക്കാതൊക്കെ ചില സമയത്തൊക്കെ മുമ്പ് അങ്ങനെ ഉണ്ടാവും. അപ്പൊ കുറച്ചിങ്ങനെ വളർന്നു നോക്കിയപ്പോ കണ്ണാടിയിലൊക്കെ നോക്കി ചില പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് തെറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല. അപ്പൊ പെൺപിള്ളേര് പറഞ്ഞു നീളത്തിലുള്ളതാണ് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങ് നീളത്തിലങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ ലഹരിക്കെതിരെ ഫുട്ബോൾ എന്നുള്ള ഒരു വലിയ ക്യാമ്പയിനുമായി നടക്കുന്ന ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. പിന്നെ അയാൾക്ക് എങ്ങനെ അത്തരം ഒരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ശക്തമായ വാദത്തിന് എന്ത് മറുപടി പറയും? ഞാൻ ഇന്ന് വരെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല, സിഗരറ്റ് പോലും വലിക്കില്ല. ഇച്ചിരി ബീറോ വൈനോ കള്ളൊക്കെ കുടിക്കും ഇടയ്ക്ക്. പക്ഷെ ബോച്ച കള്ള് കുടിക്കും, കള്ള് ബോച്ചനെ കുടിക്കാറില്ല. എന്ന് പറഞ്ഞാൽ നിർത്തേണ്ടവർക്ക് നിർത്തും. അപ്പൊ കേട്ടാ തോന്നുന്നു ഞാൻ ഡ്രഗ് അടിക്കുന്നവനാണ്.